എല്ലാവർക്കും ഒരു ഇന്റർവ്യൂ മോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, പ്രവീൺ കാൽവിൻ. അദ്ദേഹം കാൽസോൾ എന്ന് പറയുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ്. വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് ധാരാളം സ്റ്റുഡൻസ് അദ്ദേഹത്തിന് ഓൾ ഓവർ കേരള ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു ഡിസ്കഷനാണ്. വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹം ഷെയർ ചെയ്യും. ടേക്ക് ലോട്ട് ഓഫ് നോട്ട്സ്. ഓക്കെ, പ്രവീൺ കാൽവിൻ, വെൽക്കം ടു ദിസ് ഇന്റർവ്യൂ. താങ്ക് യു. പ്രവീൺ, ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രവീൺ ഒരു ബിസിനസ് ഓട്ടോമേഷൻ എക്സ്പേർട്ട് ആണെന്ന് എനിക്കറിയാം. കാരണം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആണ് ഒരു മേഖലയിൽ. അപ്പോൾ ഒരു ഓട്ടോമേഷൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്, ഇനിയുള്ള കാലം ബിസിനസ് രംഗത്ത് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയാസിലാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളടക്കം മൊബൈലിൽ ധാരാളം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊരു ഇൻഫർമേഷൻ എടുക്കണമെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ്. ഇപ്പൊ നമ്മളൊക്കെ ഈ ലോക്ക്ഡൌണും കൊറോണയൊക്കെ വന്ന സമയത്ത് തുടക്ക സമയത്തിൽ കുറെ ബിസിനസ്സുകാർ വിചാരിച്ചു ഇതിപ്പോ അങ്ങ് തീരും, അതിനുശേഷം ബിസിനസ് ചെയ്യാമെന്ന്. എന്നാൽ ഇതിനൊരു അവസരമായിട്ട് കണ്ടവരും ലോങ് ടൈമിലേക്ക്, ഇത് പെട്ടെന്നൊന്നും മാറാനായിട്ട് പോകുന്നില്ല, പക്ഷെ എങ്കിലും ഇത്രയും നാൾ നമ്മൾ ഓഫ്ലൈനിൽ നേരിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇനി നേരിട്ട് കസ്റ്റമറിനെ കാണാതെ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യാനും അതിനുശേഷം സാധനങ്ങൾ അയച്ചു കൊടുക്കാൻ തക്കവണ്ണം പ്രാക്ടീസ് ചെയ്തവർ ഇപ്പോഴും സക്സസ് ആവുന്നുണ്ട്. അപ്പൊ ഇതൊരു ടെക്നോളജിയുടെ ഒരു വലിയ മാറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 വർഷം കഴിഞ്ഞു വരേണ്ട പല കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കൊറോണ കാരണം. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് കൺസ്യൂമേഴ്സിനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോ ഒരാള് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു കൺസൾട്ടന്റിനെ കാണുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ഇരുന്ന് സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതുപോലെ ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു ടൈം എടുത്തതിന് ശേഷം നമുക്ക് ഏതൊരു വ്യക്തിയുമായിട്ട് സൂം കൺസൾട്ടേഷൻ ചെയ്യാം. ഇപ്പൊ കസ്റ്റമർ വില്ലിംഗ് ആണ് ഇതുപോലെയുള്ള സംസാരങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏതൊരു ബിസിനസ്സിനെയും നമുക്ക് ഈ രീതിയിൽ മാറ്റിയാൽ നമുക്ക് ഒത്തിരി ട്രാവൽ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ധാരാളം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ നല്ല ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അലച്ചിലുകളില്ലാതെ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓട്ടോമേഷനിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും? ഓട്ടോമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും? മീൻസ് ആസ് എ ഒരു കമ്പനി ഓണർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുക? ഓക്കെ, ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വാട്സാപ്പിലൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്. പല ആൾക്കാരും വളരെ ഫാസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്, ഒത്തിരി മെസ്സേജ് ചാറ്റ് ചെയ്യും. പക്ഷേ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാറ്റും കൂടെ നോക്കാനായിട്ട് 2, 3, 5, 10 ആൾക്കാരെയൊക്കെ വെച്ചാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. എത്ര വന്നാലും ഏതെങ്കിലുമൊക്കെ ചാറ്റ് മിസ് ചെയ്തു പോകും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു മെസ്സേജ് വന്നാൽ എന്ത് റിപ്ലൈ പോകണം എന്നുള്ളത് സോഫ്റ്റ്വെയർസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 മെസ്സേജ് വന്നാലും 10,000 മെസ്സേജ് വന്നാലും അത് ഓട്ടോമാറ്റഡ് ആയിട്ട് റിപ്ലൈസ് പോകും. ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ്. അപ്പോൾ ആ ചോദിക്കുന്നതിന് നമ്മൾ തന്നെ വില പറയണം നിർബന്ധമല്ല. ഓട്ടോമേഷൻസ് റോബോട്ട്സിനെ ഉപയോഗിക്കാം, ചാറ്റ് റോബോട്ട്സിനെ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വില ചോദിക്കുന്നു, അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റിന്റെ ഇമേജ് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ ചെയ്തതിനു ശേഷം പേയ്മെന്റും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ദ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും കൂടെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും, എനിക്ക് തോന്നുന്നു ഇതിൽ ഈ എംപ്ലോയിയുടെ ഒരു സാധ്യത കുറയുമല്ലേ? ഒരു ടെലികോളറിന്റെ ഒക്കെ ഒരു ഓപ്ഷൻ ഇവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കില്ലേ? സാധാരണ നമ്മുടെ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്തും അതുപോലെയുള്ള ടെക്നോളജി വരുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് ആൾക്കാരുടെ ജോലി പോകും എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വലിയ സാധ്യതയാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ജപ്പാനിലെ ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന ഒത്തിരി സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് പോലും അവിടുത്തെ പ്രോഡക്റ്റിനെ നമുക്ക് ഇവിടെ വരുത്താം. അപ്പോൾ നമ്മുടെ കേരളം ഒന്നോ മലയാളം ഒന്നോ, പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹിന്ദിയോ ഇംഗ്ലീഷിലോ ഒക്കെ നന്നായിട്ട് നോളജ് ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരുമായിട്ടൊക്കെ റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ലിമിറ്റ് ഇല്ല. ഈ ബോർഡർ ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുക, പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മാത്രം പിടിച്ചു നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ താഴോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇനി ഉള്ള കാലത്ത് വരുന്നത്. ജോലികളിൽ വ്യത്യാസം വരും. കാരണം 10 സ്റ്റാഫിനെ വെച്ച് ചെയ്തിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു നല്ല പ്രസന്റേഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ബിസിനസ് ആക്കാം. ഉദാഹരണത്തിന്
ഒരു നന്നായിട്ട് റിയൽ എസ്റ്റേറ്റില് കച്ചവടമൊക്കെ അറിയാവുന്ന ഒരു ബിസിനസ് ഓണർ. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം 10-20 സ്റ്റാഫിനെ വെച്ച്, മാർക്കറ്റിംഗ് സ്റ്റാഫിനെ വെച്ചിട്ട് കുറെ ബിസിനസ് ചെയ്യുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എത്രയോ കോടി രൂപയുടെ ഒരു വില്ല വിൽക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്, ആ വില്ലയുടെ ഫ്രണ്ടിൽ പോയിരുന്ന അദ്ദേഹം തന്നെ ഒരു ക്യാമറ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യുക. എന്നിട്ട് അയാളുടെ ഫുൾ എക്സ്പീരിയൻസും പറയുകയാണ്. ആ വില്ല സ്ഥിതി ചെയ്യുന്ന ഇന്ന സ്ഥലത്താണ്, ഇത്ര ദൂരമാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അങ്ങ് പ്രസന്റേഷൻ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നല്ലൊരു വീഡിയോ അങ്ങ് ചെയ്താൽ ആ വീഡിയോ 1 ലക്ഷം പേർക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. അതെങ്ങനെ അയക്കാം? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും യൂട്യൂബിലാണ് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെ, യൂട്യൂബിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ഒന്ന് നോക്കിയേ, നല്ല ആവശ്യക്കാരായിട്ടുള്ളവരുടെ ഫോൺ കോൾ ഇങ്ങോട്ട് വരും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു സെയിൽസ്മാൻ ആണ് ഈ സംഭവമൊക്കെ പോയി പറയുന്നതെങ്കിൽ അവിടെ പലപ്പോഴും കുറവ് വരും. അപ്പൊ നല്ലൊരു വീഡിയോ പ്രസന്റേഷൻ ചെയ്താൽ അതിലെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കമ്പനി ഓണർക്ക് കഴിയും. ഇതൊക്കെ ഓട്ടോമേഷൻ ഒത്തിരി സാധ്യതയാണ്. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ 60 പൈസയ്ക്ക് നമുക്ക് ഒരാളിലേക്ക് പരസ്യം എത്തിക്കാം, സ്കിപ്പബിൾ ആഡ്. അപ്പൊ ഈ അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ശരിക്കും സക്സസിലേക്ക് എത്താനായിട്ട് കഴിയുക. ഓക്കെ 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 എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രവീൺ എനിക്ക് തോന്നുന്നു കേരള ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരുപാട്, വാണിജ്യ വകുപ്പിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ്? അതെ അതെ, ഗവൺമെന്റ് ഇപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗും ഓൺലൈൻ മാർക്കറ്റിംഗ്. പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്റെ ധാരാളം പ്രോഗ്രാംസ്, ഓൺലൈനുള്ള പ്രോഗ്രാംസിലൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കും. അതുപോലെ തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്ന മിഷണറി എക്സ്പോ, അങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വരുമ്പോൾ അവയർനെസ് ക്ലാസ്സുകൾ ധാരാളം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ കേട്ടോ യൂട്യൂബിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം പോലെ ആ വ്യക്തി ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് അങ്ങ് മാറുക. പക്ഷെ അവിടെയാണ് പ്രോബ്ലം. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ ഈ സമയങ്ങളിൽ, അതിൽ അധികം ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കസ്റ്റമേഴ്സിനെ അറിഞ്ഞ്, കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റും കസ്റ്റമറിന്റെ പല പ്രയാസങ്ങളും അറിഞ്ഞ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നവരാണ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെവലിനപ്പുറം മുന്നോട്ട് പോകില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ, ഒരു ഫ്ലാറ്റ് ഒക്കെ വിൽക്കുന്ന ആൾക്ക് ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ വീഡിയോ ചെയ്താൽ പോരാ, 1 മിനിറ്റ് വീഡിയോ ആക്കി അതിനെ കൺവേർട്ട് ചെയ്ത് യൂട്യൂബിൽ കാണിക്കണം. ആ 1 മിനിറ്റിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തുടക്കം കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ ഒരു ഹുക്ക് പോയിന്റ് ഇടണമെങ്കിലും, ഹുക്ക് പോയിന്റ് എന്ന് പറയുന്ന ആൾക്കാർ പിടിച്ചിടാനുള്ള ഒരു വാക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ക്രിയേറ്റീവായിട്ട് സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും സക്സസ് ആവാനായിട്ട് കഴിയുക. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസിങ് ആവശ്യമുണ്ട്. കസ്റ്റമറിനെ നന്നായിട്ട് നമ്മൾ അറിയണം, ഓൺലൈനിൽ അറിയണം എന്നുള്ളതാണ്. ഓക്കെ 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 പിന്നെ എനിക്കറിയാം പ്രവീൺ ഇപ്പം ധാരാളം ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഡിജിറ്റൽ കോച്ചിങ്ങിന്റെ ഒരു സെഗ്മെന്റിന്റെ പ്രാധാന്യം നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിൽ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ ഒരു സാധ്യതയെ കുറിച്ചൊന്ന് വിവരിക്കാം. എത്രമാത്രം ഒരു സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഞാനൊരു ചെറിയൊരു അവതരണം തരാം. ഇപ്പൊ ഒരു ചിത്രകാരൻ പടമൊക്കെ വരച്ചു കൊടുക്കുന്ന ആള്. ഓക്കെ, ചിത്രകാരൻ അദ്ദേഹം നന്നായിട്ട് പടമൊക്കെ വരയ്ക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാസം എത്ര രൂപ സമ്പാദിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആർട്ടിസ്റ്റുമാർ നല്ല കഴിവുള്ള ആൾക്കാരാണ്, പക്ഷെ അവരുടെ വരുമാനം വളരെ കുറവാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിള് നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് വരച്ചു തരാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ആർട്ടിസ്റ്റുമാരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് പടം വരയ്ക്കാനായിട്ട്. ഈ പടം വരയ്ക്കാനുള്ള കഴിവിനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു പേപ്പർ എടുക്കുന്നു, ഒരു ബുക്കോ പേപ്പറോ എടുക്കുന്നു. ആ പേപ്പർ എടുത്തു വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ധാരാളം വീഡിയോസ്. പെൻസിൽ എടുത്തു വെച്ചിട്ട് കുറച്ച് ഡ്രോയിങ് കാര്യങ്ങളുടെ, ബേസിക് കാര്യങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ വരയ്ക്കുന്നതിന്റെ കുറച്ച് ഔട്ട്ലൈൻസ്, കുട്ടികളോ അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് വരകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്യും, സാർ ആ പറഞ്ഞത് നല്ല ഇതായിരുന്നു, നല്ല ടെക്നിക്സ് ആയിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു പെൻസിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ പെൻസിൽ എങ്ങനെയായിരിക്കണം, ഒരു കളർ നമ്മൾ എടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യാം, അതല്ലാതെ ചെയ്യാം. ഇങ്ങനെ നല്ല ഇൻഫർമേഷൻസ് വളരെ ഷോർട്ടായിട്ട്, ഒത്തിരി ലെങ്തി വീഡിയോ അല്ല, ഷോർട്ടായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഒരു ദിവസം നിങ്ങൾ പറയുകയാണ്, ഞാൻ 5 ദിവസത്തെ ഒരു ചെറിയ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വരാം, ഈ ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. വൈകിട്ട് 5 മണി തൊട്ട് 6 മണി വരെയാണ് എന്നൊരു ടൈം കൂടെ അനൗൺസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണുന്നതിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ കൊടുക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യും. ഓക്കെ,
രജിസ്റ്റർ ചെയ്ത് നേരിട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ നിങ്ങൾക്ക് സൂമിനകത്തൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് കൊടുക്കാം. തുടക്കത്തിൽ ഒരു 5 പേരായിരിക്കും, 10 പേരായിരിക്കും. പക്ഷെ നിങ്ങളുടെ കഴിവ് നന്നായിട്ട് ഈ ഡ്രോയിങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ വന്നിരിക്കുന്ന ഒരു 10-20 പേർക്ക് നിങ്ങൾ സൂമിനകത്ത് ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെ 5 ദിവസം കൊടുക്കുന്നു. 5 ദിവസം കൊടുത്തിട്ട് ഇവർ വരച്ച പടങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തരാനായിട്ട് പറയുന്നു. നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ 5 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു, എനിക്ക് നന്നായിട്ട് വരയ്ക്കാനായിട്ട് പറ്റി, എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പുതിയ പുതിയ ടെക്നിക്സ് എനിക്ക് പഠിക്കാനായിട്ട് പറ്റി, വളരെ സന്തോഷത്തെ സാറിന് വളരെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു. ഓക്കെ, ഇതാണ് ഒരു ബേസ്മെന്റ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ കളറോ ഇല്ലെങ്കിൽ ഓയിൽ പെയിന്റോ അങ്ങനെ ഏതാണോ സബ്ജക്റ്റുമായിട്ട് വെച്ചിട്ട് 5 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ക്ലാസ്സസ് അനൗൺസ് ചെയ്തിട്ട് ഇത്ര രൂപ എന്ന് പറയാം. എമൗണ്ട് പറയുമ്പോൾ എപ്പോഴും 100 രൂപ അങ്ങനെയുള്ള ടിക്കറ്റ് റേറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നിങ്ങളുമായിട്ട് അടുക്കും. ഒത്തിരി പേര് ഈ ആവശ്യക്കാരനായിട്ടുള്ള ആൾക്കാർ ഫ്രീ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം വാങ്ങുന്നവരാണ് വരുന്നത്. പക്ഷെ ഒരു ചെറിയ എമൗണ്ട് 100 രൂപ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇതിനെ റെക്കോർഡഡ് കോഴ്സ് ആക്കാം. ഇവിടെയാണ് അതിന്റെ സീക്രട്ട്. റെക്കോർഡഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലാസ് കുറെ ലൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെക്കോർഡഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിന് പേയ്മെന്റ് 100 രൂപ അയച്ചു തരുന്നവർക്ക് ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുക്കുന്നു. ആ വ്യക്തി ചിലപ്പോൾ അത് ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവരുടെ ഫ്രീ ടൈമിൽ ആ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ റെക്കോർഡഡ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാതെ ഉറങ്ങിക്കിടക്കുമ്പോഴും അദ്ദേഹം വീഡിയോസ് കാണുന്നുണ്ട്, അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഒരു ദിവസം 100 രൂപ വെച്ചിട്ട് 10 പേര് പേയ്മെന്റ് ചെയ്താലോ? 10 പേയ്മെന്റ് ആകുമ്പോൾ 1000 രൂപയായി. ഒരു മാസം ആയാലോ? അതിനെ കുറച്ചുകൂടെ സീരിയസ് ആക്കിയിട്ട് നിങ്ങൾ 3000 രൂപയുടെ അല്ലെങ്കിൽ 2999 ഒരു കോഴ്സ് സെറ്റ് ചെയ്താൽ, അത് ആദ്യമേ കയറി നമ്മൾ 3000 രൂപയുടെ കോഴ്സ് അല്ല പറയുക, ഇതിന് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് നിങ്ങൾ നല്ല വാല്യൂ കൊടുക്കണം. നിങ്ങളുടെ കഴിവ് ശരിക്കും ആർട്ടിസ്റ്റ് ആണ്, വരയ്ക്കാൻ അറിയാം. ഇത് കൃത്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ, ക്യാമറയുടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയും വീഡിയോ ചെയ്യാം, പക്ഷെ ഇപ്പോ എന്റെ സ്ക്രീനിലേക്ക് നോക്കി എനിക്ക് ഇങ്ങനെയും സംസാരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ആ ഇരിക്കുന്ന വ്യക്തിയിലേക്ക്, കുട്ടിയിലേക്ക് നിങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്യാമറയായിട്ട് ഒരു കണക്ഷനും നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കില്ല് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ 3000 രൂപയുടെ ഒരു കോഴ്സ് സെറ്റ് ചെയ്താൽ ഇതിന് വേറെ എക്സ്പെൻസസ് ഇല്ല. ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരാൾക്കും വിൽക്കാം, 1000 പേർക്കും വിൽക്കാം, അല്ലെ? അപ്പൊ നോക്കിയേ, ഒരു 30 പേര് ഒരു മാസം പേയ്മെന്റ് ചെയ്താൽ 1,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നല്ലേ? പാസീവ് ഇൻകം അല്ലെ? പാസീവ് ഇൻകം. പാസീവ് ഇൻകം. ഇത് നിങ്ങൾ വർക്ക് ചെയ്യാതെ കിട്ടുകയാണ്. വർക്ക് ചെയ്യാതെ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇടുന്ന എഫേർട്ട്, നമ്മൾ പടം വരയ്ക്കാൻ എത്രമാത്രം എഫേർട്ട് ഇടും അല്ലെ? ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ആ പടം വരയ്ക്കുന്നത് അല്ലെ? ആ പടം വരച്ചാൽ അത് ഏതെങ്കിലും ഒരാൾ നല്ലൊരു എമൗണ്ടിന് വാങ്ങിച്ചാൽ അത് പോയി. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പടം വരയ്ക്കാതെ നിൽക്കുന്ന അതേ എഫേർട്ട് പോലെ ആ പടം വരച്ച് തുടങ്ങുന്നത് മുതൽ ഓരോ സ്റ്റേജ് റെക്കോർഡ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യാനും കൂടെ പറയാം. ഓക്കെ, നമ്മുടെ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്താൽ ഇത് എത്ര പേർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞാലും നിങ്ങൾ ചെയ്ത ഈ ക്ലാസ്സും ട്രെയിനിങ് ഒക്കെ ഒത്തിരി പേര് വാങ്ങും. അങ്ങനെ ഡിഫറെന്റ് കോഴ്സസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് വാട്ടർ കളർ ചെയ്യാം, ഒന്ന് അതിന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഫ്രീ ആയിട്ട് വന്ന ആൾക്കാരുണ്ടാവും, പെയ്ഡ് ആൾക്കാരുണ്ടാവും. പെയ്ഡ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിലും 99 അല്ലെങ്കിൽ 100 രൂപയുടെ ക്ലാസ് വാങ്ങിച്ചവരെ നിങ്ങൾക്ക് 3000 രൂപയുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. പിന്നെ കൺസൾട്ടിങ് കൊടുക്കാം. കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വലിയ എക്സിബിഷൻസോ പല പ്രോഗ്രാംസ് ചെയ്യുന്നവർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് സൂമിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ? ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു നല്ല എക്സിബിഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്നുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അവർക്ക് മണിക്കൂർ വെച്ച് കൊടുക്കാൻ പറ്റും. 1 മണിക്കൂർ കൺസൾട്ടേഷന് ഇത്രയാണ് രൂപ, അത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി പേര് നിങ്ങളെ അറിയും. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അത്രയും അടുത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യും. ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? നമുക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പക്ഷെ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ ക്യാമറയെ നോക്കി സംസാരിക്കാനായിട്ടും ഇത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ ഈ ട്രാക്കിലേക്ക് എത്താനായിട്ട്. ഇത് വലിയൊരു വരുമാനമാണ്. ലോകത്തിൽ പല ആൾക്കാരും ഇതിൽ വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയില്, കേരളത്തില് പുറത്തുള്ള ധാരാളം ആൾക്കാർ, ആർട്ടിസ്റ്റുമാർ ധാരാളം പേര് ഇത് വളരെ സക്സസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ലോലി ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ സാധ്യത വരുന്നുണ്ട്. ഇത് പക്ഷേ ചിത്രകാരന് മാത്രമല്ല ആർക്കും ഈ ഒരു കണ്ടന്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് എൻ്റെ ഒരു ചോദ്യം, ഒരു പ്രത്യേക സ്കില്ല് വേണമെന്ന് നിർബന്ധമുണ്ടോ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരാനായിട്ട്? ഇപ്പം അങ്ങ് പറഞ്ഞത് ഡ്രോയിങ് അറിയാവുന്ന വ്യക്തികൾ, അപ്പൊ അദ്ദേഹത്തിന് ആ സ്കിൽ ഉള്ളതുകൊണ്ടാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ എങ്ങനെ ഒരു പർട്ടിക്കുലർ സ്കില്ലിന്റെ ആവശ്യമുണ്ടോ ഇതിലേക്ക് വരണമെങ്കിൽ? ഓക്കെ, നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരുടെ
സ്കില്ലല്ല നോക്കേണ്ടത്. ഞാൻ എന്റെ കയ്യിൽ എന്താണുള്ളതെന്നാണ് ഞാൻ നോക്കേണ്ടത്. ഇപ്പം എന്റെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ചെടികൾ വളർത്തുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ കയ്യിലുണ്ടാകുന്ന കുറെ ചെടികളുണ്ട്, അതിന്റെ വീഡിയോസ് ചെയ്യും, അതിനെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും, പിന്നെ ആമസോണിൽ ഇട്ടാണ് കച്ചവടമാക്കുന്നത്. ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിലേക്കാണ് നോക്കേണ്ടത്. സ്കില്ല് വേണം, പക്ഷെ അത് എവിടെയാന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കാനായിട്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും ഒരാളും ജനിക്കുമ്പോഴേ കിട്ടുന്നതല്ല, ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സ്കില്ലാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ, ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ പല ആൾക്കാരും പലപ്പോഴും ഇപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, സ്ക്രീനിലേക്ക് നോക്കി സംസാരിക്കും, പക്ഷെ അവിടെ കണക്ഷൻ വരുന്നില്ല. പക്ഷെ നമ്മൾ നേരെ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു വിഷസ് കൊടുക്കണമെങ്കിൽ, നമ്മുടെ ഫാമിലി മെമ്പറിന്റെ ഒരു കല്യാണം നേരിട്ട് പോകാൻ പറ്റിയില്ല, എന്ത് ചെയ്യണം? മൊബൈൽ എടുത്തു വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ പലരും ചെയ്യാറില്ലേ, നല്ലൊരു വിഷസ് കൊടുക്കത്തില്ലേ? അത് തന്നെയാണ്, അത് പ്രാക്ടീസ് ചെയ്യുക, അതാണ് സ്കില്ല് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്കില്ല് വേണം. പിന്നെ നമ്മുടേതായിട്ടുള്ള മൈക്രോ നിഷ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മൈക്രോ നിഷ് എന്ന് പറയുന്നത് സാധാരണ ഒരു യോഗ സെന്റർ നടത്തുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ യോഗ ഫോർ പ്രഗ്നൻസി വുമൺ എന്ന് പറയുന്നത് ഒരു മൈക്രോ നിഷാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു പാഷൻ ഐഡന്റിഫൈ ചെയ്ത് അതിൽ വേറെ ആരും, നമ്മൾ ഈ കോമ്പറ്റീഷൻ ഒത്തിരി ഉള്ളിടത്ത് പോയി കിടന്ന് അടികൂടുന്നേക്കാണ്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നോക്കിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കേരളത്തിൽ നമുക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ പരസ്യം കാണാറുണ്ടല്ലോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടൈമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫിസിക്കൽ പ്രോഡക്റ്റോ ഇല്ലെങ്കിൽ സർവീസിനെയോ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നു, ഡിജിറ്റലി എത്തിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, നമ്മൾ റെക്കോർഡ് ചെയ്ത കോഴ്സസ്, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ എന്നുള്ള വ്യക്തിയുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് വെച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് എത്തിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ പ്രോഡക്റ്റിനെയോ നമ്മൾ മാർക്കറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ സ്കില്ല്, കോച്ചിങ്, ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഡിജിറ്റൽ കോച്ചിങ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ. നമുക്കറിയാം സോഷ്യൽ മീഡിയ റെവല്യൂഷന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇപ്പം എൻ്റെ ബ്രാൻഡ് ഞാൻ ബിൽഡ് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണ്? ഇപ്പോൾ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ, അത് ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അത് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ആണോ അതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എവിടെയാണോ അവിടെയാണ് നിങ്ങൾ പരസ്യം ചെയ്യേണ്ടത്. ഉദാഹരണം പറയാമോ? ഇപ്പോ നിങ്ങളുടെ കസ്റ്റമർ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പരസ്യം ചെയ്യണം. നിങ്ങളുടെ കസ്റ്റമർ ലിങ്ക്ഡനിലാണെങ്കിൽ ലിങ്ക്ഡനിൽ പരസ്യം ചെയ്യണം. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ. ചെറിയ ഉദാഹരണങ്ങൾ തരാം. യൂട്യൂബ് നോക്കുന്നത് കമ്പനി ഡയറക്ടേഴ്സ്, നല്ല ഒരു 20-30 സ്റ്റാഫൊക്കെ ഉള്ള മിനിമം ഉള്ള വലിയ കമ്പനി ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവരെല്ലാവരും യൂട്യൂബിൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പ്രൊഫൈൽസ് എപ്പോഴും ലിങ്ക്ഡനിനകത്തായിരിക്കും. ലിങ്ക്ഡൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. ഹൈ പ്രൊഫൈലുള്ള നല്ല നല്ല ബിസിനസ് കണക്ഷൻസിനെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുടെ ഒരു സോഷ്യൽ മീഡിയയാണ് ലിങ്ക്ഡൻ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ അങ്ങനെയുള്ള കമ്പനി ഡയറക്ടേഴ്സും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പരസ്യം ചെയ്യേണ്ടതും നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ചെയ്യേണ്ടത് ലിങ്ക്ഡനിലാണ്. അതേ സ്ഥാനത്ത് ജനറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, യൂട്യൂബ് ഉള്ളതാണ്. യൂട്യൂബ് നമ്മൾ എല്ലാവരും കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്, അതിനിടയ്ക്കൂടെ പരസ്യം വരാറുണ്ട്, അങ്ങനെ യൂട്യൂബ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഓർഡിനറി സാധനങ്ങളാണെങ്കിൽ യൂട്യൂബ് ചെയ്യാം, ഫേസ്ബുക്ക് ചെയ്യാം. പിന്നെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ, കുറച്ചുകൂടെ യുവത്വമുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലിങ്ക്ഡൻ മാറിയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വരിക. ആ രീതിയിൽ കസ്റ്റമർ എവിടെയാണോ അവിടെ പോയി പരസ്യം ചെയ്യാം. നമ്മുടെ കൂടെ ഉള്ളവരോട് ചോദിച്ചാൽ മതി ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഏതിനാ സ്പെൻഡ് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളെ തന്നെ നോക്കിയാൽ മതി, നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ പരസ്യം ചെയ്യാം. ഓക്കെ. ഈ ഒരു പേഴ്സണൽ ബ്രാൻഡഡ് വെബ്സൈറ്റിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്? ഞാനൊരു ഓൺലൈനിലേക്ക് എനിക്ക് എൻ്റെ മീൻസ് പ്രോഡക്റ്റ് ആണെങ്കിലും ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിലും ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രമാത്രം ഒരു വെബ്സൈറ്റിന്റെ പ്രാധാന്യം, വെബ്സൈറ്റിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഡ്രസ് ആണ്. അഡ്രസ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% അഡ്രസ് ആവശ്യമുണ്ടല്ലേ. നമുക്ക് എപ്പോഴും ഹോട്ടൽസിലും പുറത്തൊന്നും താമസിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു അഡ്രസ് ആവശ്യമുണ്ട്. ഇത് അഡ്രസ്സാണ്. ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ് അഡ്രസ് ആണ്. ഇപ്പൊ ഒരു ചിത്രകാരന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ചിത്രകാരന് ഒരു പുതിയ ഒരാൾ എൻക്വയറി വരുമ്പോൾ, സർ ഞാൻ എന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കാം. അദ്ദേഹം അയക്കുന്ന ഇമെയിലിന്റെ താഴെ അദ്ദേഹത്തിന് വെബ്സൈറ്റിന്റെ പേര് വെക്കാം. എവിടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആ വെബ്സൈറ്റിന്റെ പേര് വെക്കാം അല്ലെ.
ആ വെബ്സൈറ്റിന്റെ പേര് വച്ചാലുള്ള ഗുണം, അദ്ദേഹത്തെ കുറിച്ച് അറിയാനുള്ള ആൾക്കാർ വെബ്സൈറ്റിൽ വന്നാൽ അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്, എത്രത്തോളം പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് എന്താണ്, അദ്ദേഹം എവിടേക്കാണ് ക്ലാസ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മാഗസീനാണ്, ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സ്വന്തം ചാനലാണ്. ഇപ്പൊ ഇന്നലെ രാത്രി ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ എനിക്ക് ഇന്ന് രാവിലെ എടുത്ത് എന്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത്രയും രീതിയിൽ നമ്മളെ അറിയാനുള്ള ഒരു അവസരമാണ്. ഇല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണതിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് പുതിയൊരാൾക്ക്, അല്ലെ? ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും ജസ്റ്റ് ഒരു ലിങ്ക് കൊടുത്താൽ മതി. അത് സ്മാർട്ട് വർക്ക് ആണ്, ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആണ് വെബ്സൈറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് അഡ്രസ് ആണ്, ഏവർക്കും വെബ്സൈറ്റ് ആവശ്യമാണ്. പ്രവീണിന്റെ ഈ വിജയത്തിന് മുന്നിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന പ്രവീണിന് ഒരുപാട് സ്റ്റുഡൻസ് ഓൾ ഓവർ കേരളയുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സക്സസ്, അതിന്റെ പിന്നിലുള്ള എന്ത് ഡിസിഷനാണ് ഒരൊറ്റ വേർഡിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് വിജയിക്കാനായിട്ട് ഈ ഒരു മേഖലയിൽ? കസ്റ്റമറിനെ അറിയുക. ഇത്രയുള്ള ഒറ്റ വാക്കിൽ കസ്റ്റമറിനെ അറിയുക. കാരണം എന്താണെന്നറിയോ, ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ അഡ്വർടൈസിങ് ചെയ്യണം എന്നുള്ള ക്ലാസ്സസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എൻട്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കാണ്. അപ്പോൾ എനിക്ക് മാർക്കറ്റിൽ എന്റെ കസ്റ്റമറിനെ അറിയാം. കാരണം 100 കണക്കിന് സ്ഥലങ്ങളിലും പല സ്ഥലത്ത് പോയി പരസ്യങ്ങൾ ചെയ്ത് കാശ് നഷ്ടമാക്കി, ആഡിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്, പലപ്പോഴും ആഡ് ഡിസേബിൾ ആയി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളാണ് എനിക്ക് ഡെയിലി വാട്സപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ന പ്രോബ്ലംസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പോൾ 100 കണക്കിന് ആൾക്കാർ അവിടെ പല പ്രോബ്ലംസിൽ പോയി വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് എനിക്ക് കണ്ടെത്താൻ പറ്റി. എന്തുകൊണ്ട് കസ്റ്റമറിന് റിസൾട്ട് കിട്ടുന്നില്ല? ഇത് ഞാൻ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയപ്പോഴാണ് എന്നിലേക്ക് കസ്റ്റമർ വരുന്നത്. അതേപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിൽ കസ്റ്റമറിന്റെ പ്രശ്നം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് നല്ല സമയം നമ്മൾ കൊടുക്കേണ്ടി വരും കസ്റ്റമറുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ. അങ്ങനെ എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾക്ക് കസ്റ്റമറിനെ മനസ്സിലാക്കുമോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് സക്സസ് ആവാനായിട്ട് വരും. പക്ഷെ നമ്മൾ കസ്റ്റമറിനെ റിജക്ട് ചെയ്താലോ, പറയുന്നത് കേൾക്കാനായിട്ട് മടി കാണിച്ചാലോ? കസ്റ്റമറിനെ മടി കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർ ഒരു സാധനം വാങ്ങുന്നത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു, ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ടു, അതിനുശേഷം ഒരു ലാൻഡിംഗ് പേജ് വന്നു, അതിനുശേഷമാണ് പേയ്മെന്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചെയ്തത് ആദ്യം ഫേസ്ബുക്കിൽ വന്നു, ഒരു ലാൻഡിംഗ് പേജിൽ വന്നു, യൂട്യൂബിൽ പരസ്യം കണ്ടു, അതിനുശേഷമാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇതിനെ ഒരു കസ്റ്റമർ ജേണി എന്ന് പറയും. ഇതുപോലും നമ്മൾ പഠിക്കണം. നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഒരു പരസ്യം വീഡിയോ കൊണ്ട് ഉടനെ തന്നെ പേയ്മെന്റ് ചെയ്യല്ല. ഒരു ആളുടെ മനസ്സിൽ ഒരു സിനിമ വിജയിക്കുന്നത്, ആ സിനിമ തുടങ്ങി അതിന് നല്ല പാട്ടൊക്കെ ഉണ്ട്, ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലേ, ആ ക്ലൈമാക്സ് ആണ് സെയിൽസ്. അപ്പോൾ ആ സെയിൽസ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബിസിനസ്സിനെ വെച്ച് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ് ഈസി ആക്കാൻ പറ്റുള്ളൂ. ആ പഠനത്തിൽ നമ്മൾ കുറവ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം പ്രയാസപ്പെടും. ഒറ്റ ക്വസ്റ്റ്യനോട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും വാങ്ങിയ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്ന് നേരിട്ട് അദ്ദേഹത്തിന്റെ ചോദിക്കാം, സർ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചത്? മാർക്കറ്റിൽ ഇത്രയും പ്രോഡക്റ്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തത് എന്ന് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് ചോദിക്കാൻ ധൈര്യം കാണിച്ചാൽ 10 പേരെടുത്ത് ചോദിച്ചു നോക്കിയേ, അവർ പറയും ഞാൻ പലയിടത്തും ഇന്ന പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളിൽ ഈ ഒരു വ്യത്യാസം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതെന്ന് പറയും. ആ പഠനമാണ് സക്സസ്. കസ്റ്റമറിനെ അറിയാം. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഓൺലൈനിൽ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഒരു സാധ്യത പ്രവീൺ പലപ്പോഴും പറയാറുണ്ട്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് എന്ന്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം കൂടെ ഒന്ന് വിവരിക്കാമോ? അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു പാസീവായിട്ട് നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക കമ്മ്യൂണിറ്റി ബിൽഡിംഗ്? ഞാൻ എന്റെ കരിയർ ഒരു 10-16 വർഷമായിട്ട് ഈ ഫീൽഡിലേക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദുബായിലും പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിന് ശേഷമാണ് ശരിക്കും എനിക്കൊരു ഫ്രീഡം ബിസിനസ് എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും നമ്മുടെ കോഴ്സസും പലതും ആൾക്കാർ വാങ്ങുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള സമയമുണ്ട്, ഫിനാൻഷ്യലി ടെൻഷൻ ഇല്ല, ഒരു ഫ്രീ ആയിട്ടുണ്ട്. ഇതിന് സാധിച്ചത് ഒരു കമ്മ്യൂണിറ്റി വഴിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴ്സസ് അല്ല സെല് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയിലേക്കുള്ള മെമ്പർഷിപ്പാണ്. ഇത് ലൈഫ് ടൈം ഉള്ള മെമ്പർഷിപ്പാണ്. എല്ലാ ആഴ്ചയിലും നേരിട്ട് ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കോഴ്സോ അല്ലെങ്കിൽ എൻട്രി പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലൂടെയാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ പേയ്മെന്റ് ചെയ്ത് കമ്മ്യൂണിറ്റി വരുന്നവർക്ക് എല്ലാ ആഴ്ചയിലും റെഗുലർ അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമറിന് എപ്പോഴാണോ ഒരു പ്രശ്നം വരുന്നത് ആ സമയത്ത് നമ്മൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈവ് ഇന്ററാക്ഷൻ കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യം ചിലപ്പോൾ 10 പേരായിരിക്കാം, പിന്നെ 100 പേരായിരിക്കും, 1000, 10,000, 1,00,000 ആൾക്കാരാവുമ്പോൾ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷനോ അവിടെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.
പകരം നമ്മുടെ പേയ്മെന്റ് ചെയ്ത്, അത് ഏറ്റവും ചെറിയ 1 രൂപയാണെങ്കിലും അത് വലിയൊരു അസറ്റാണ്. 0യും 1ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 1 രൂപ പേയ്മെന്റ് ചെയ്ത ആൾക്കാർ അത്രയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും ആൾക്കാരെ ഏത് സമയത്തും എനിക്ക് പുതിയ പ്രൊമോഷൻ കൊടുക്കാം, വേറെ എക്സ്പെൻസ് ഇല്ലാതെ. ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യണമെങ്കിൽ കാശ് ചിലവുണ്ട്, മറ്റു പലയിടത്തുണ്ട്. ഇവിടെ ഇമെയിൽ മാർക്കറ്റിങ്ങും SMS അതുപോലെ പല ടൂൾസ് ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം കസ്റ്റമർ കയ്യിലിരിക്കുന്നത്. ഈ ഡേറ്റ മാനേജ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് സെയിലാക്കി മാറ്റാം. അവരുടെ ടെസ്റ്റിമോണിയിലും കിട്ടും. ഓക്കെ, ഇപ്പൊ 100 പേര് എന്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, സാർ ഈ പറഞ്ഞതുപോലെ ഞാൻ പരസ്യം ചെയ്തു, എനിക്ക് ഇത്ര രൂപയുടെ കച്ചവടം നടന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വീണ്ടും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ വീണ്ടും കുറെ ആൾക്കാർ അടുത്തൊരു പ്രോഗ്രാം പർച്ചേസ് ചെയ്യും അല്ലെ. ഇതൊരു എക്കോ സിസ്റ്റം ആണ്. നമുക്ക് കിട്ടുന്ന സക്സസ്, നമ്മുടെ പ്രോഡക്റ്റിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന സക്സസ് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാനും കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം. അപ്പൊ നമുക്ക് സെയിൽസിന് വേണ്ടി ഒത്തിരി എഫോർട്ട് ഇല്ല, കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല രീതിയിൽ നല്ല വാല്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിറ്റി ഒരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. മറ്റു കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതെ നമ്മുടേതായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി. ഓക്കെ ഓക്കെ, അതായത് സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ? അതെ അതെ, ഓൺ ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, പ്രവീൺ വളരെ നന്ദി. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങ് ഷെയർ ചെയ്തു, അതിന് ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, പ്രവീണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, വെബ്സൈറ്റിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, calsol.com. അതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ കോച്ച് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. calsol.com/live അല്ലേ? അതല്ലേ പ്രവീണേ? calsol.com/live. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പഠിക്കുക, അദ്ദേഹത്തെ കണക്ട് ചെയ്യേണ്ടവർ അദ്ദേഹത്തെ കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു പ്രവീൺ, വൺസ് അഗൈൻ താങ്ക് യു. ഓക്കെ, താങ്ക് യു.